Hi, welcome you all to Kerala School Tuition YouTube channel. So today we are going to discuss Standard 5 Social Science. അതിൻ്റെ 5th chapter ആണ് നമ്മൾ നോക്കുന്നത്. Universe a Great Wonder. Clear night with the moon amidst the twinkling stars, shooting stars flashing occasionally. These night scenes have generated curiosity and anxiety in mankind since ancient times. ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ രാത്രി നോക്കുമ്പോൾ എന്തോ പറ്റുന്നത്, നമ്മൾ ചന്ദ്രനെ കാണാൻ പറ്റും, മൂൺ കാണാൻ പറ്റും, വി ക്യാൻ സീ സ്റ്റാർസ് ദെയർ. ട്വിങ്കിളിങ് മീൻസ് ചിമ്മുന്ന സ്റ്റാർസ്, അതായത് കത്തി അണയുന്ന. സോ ട്വിങ്കിളിങ് സ്റ്റാർസ്, കത്തി അണയുന്ന സ്റ്റാർസും മൂണിനെ എല്ലാം നമുക്ക് കാണുന്നില്ലേ. ചില സമയത്ത് ആകാശത്ത് നോക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർസിനെ നമുക്ക് കാണാൻ പറ്റും. ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറയുന്നത് സ്റ്റാർ എരിഞ്ഞു തീരുന്നത് പോലെ നമുക്ക് തോന്നുന്ന ഒരു പ്രതിഭാസമാണ്, ഒരു പ്രോസസ്സാണ് ഈ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ആക്ച്വലി ചില സമയത്ത്. സോ ഇത് പണ്ട് തൊട്ടേ നമ്മൾ എല്ലാവരും, ഇപ്പം നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. നിങ്ങൾക്കില്ലേ ക്യൂരിയോസിറ്റി? വാട്ട് ഈസ് ദിസ് മൂൺ? യു മൈറ്റ് ഹാവ് തോട്ട് മെനി ടൈം. വാട്ട് ഈസ് ദിസ് സ്റ്റാർസ്? ഹൗ ഫാർ ദേ ആർ? വാട്ട് ഈസ് ദെയർ കളർ മേ ബി? why it comes only at night time? You may have actually several questions in your mind like this. Yes or no? So are these stars far off? ഈ സ്റ്റാർസ് ഒരുപാട് ദൂരെയാണുള്ളത്. യെസ്, ഇറ്റ് ഈസ് വെരി വെരി ഫാർ. ആർ ദെയർ ഓൺലി ദ സൺ, ദ മൂൺ ആൻഡ് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ? എന്താ അങ്ങനെ ചോദിച്ചിരിക്കാൻ കാര്യം? നമ്മൾ ഡേ ടൈമിൽ വി സി സൺ, നൈറ്റ് ടൈമിൽ വി സി മൂൺ തന്നെ നമ്മൾ പല ഷേപ്പിലാണ് കാണുന്നത്. ചില സമയത്ത് നമ്മൾ ഈ ഷേപ്പിലായിരിക്കും മൂൺ കാണുന്നത്, ചില സമയത്ത് റൗണ്ടിൽ കാണും, ചില സമയത്ത് ഇത്രയേ കാണും, റൗണ്ട് കാണത്തില്ല, ഇത്രയേ കാണും. സോ പല ഷേപ്പിൽ പല സൈസിൽ നമ്മൾ മൂൺ കാണും സ്കൈയിൽ. പിന്നെ സ്റ്റാർസ് കാണും സ്കൈയിൽ നൈറ്റ് ടൈമിൽ. സോ നൈറ്റ് ടൈം വി സി മൂൺ ആൻഡ് സ്റ്റാർസ്, ഡേ ടൈം സൺ മാത്രമേ കാണൂ. സോ ആർ ദെയർ ഓൺലി ദ സൺ, മൂൺ ആൻഡ് സ്റ്റാർസ് ഇൻ ദ സ്കൈ? നമ്മുടെ ആകാശത്ത് അത്രയേ ഉള്ളോ? നോ, ദെയർ ആർ എ ലോട്ട് അതർ സെലസ്റ്റിയൽ ബോഡീസ്. ഹൗ മെനി സച്ച് ഡൗട്ട്സ് ഹാവ് സ്പ്രൗട്ടഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് സിൻസ് ദെൻ? നിങ്ങൾക്കിപ്പോൾ ഉള്ളതുപോലെ പണ്ട് തൊട്ട് എല്ലാ മനുഷ്യർക്കും, അതിപ്പോൾ ഞാനായാലും കുട്ടിക്കാലത്ത് നമുക്കും വരും ഈ ഡൗട്ടുകളെല്ലാം. ആർൻ്റ് യു ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് സച്ച് അസ്റ്റോണിഷിംഗ് നൈറ്റ് സീൻസ്? ഇങ്ങനെയുള്ള ഈ നൈറ്റ് സീൻസിനെ കുറിച്ച് നിങ്ങൾക്കും കൂടുതൽ അറിയാൻ താല്പര്യമില്ലേ? സോ ദിസ് ലെസൺ ടേക്ക് യു ടു ദോസ് വണ്ടേഴ്സ്. ആർൻ്റ് യു ദ മെമ്പർ ഓഫ് എ ഫാമിലി? ജസ്റ്റ് ലൈക്ക് യു, ദ എർത്ത് ഈസ് ആൾസോ എ മെമ്പർ ഓഫ് എ ഫാമിലി. Solar system is a family in which the earth is a member. Solar system is a family in which earth is a member. എന്തോ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലിയിലെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മദറുണ്ട്, ഫാദറുണ്ട്, ബ്രദർ കാണും, സിസ്റ്റർ കാണും, നിങ്ങൾ കാണും, യു. സോ മൊത്തത്തിൽ 5 മെമ്പേഴ്സ് ഉണ്ട്, അതിനകത്ത് ഒരാളാണ് നിങ്ങൾ. സിമിലർലി നമ്മളുടെ എർത്ത് എന്ന് പറയുന്നത് ഒരു സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫാമിലിയിലെ മെമ്പറാണ്. സോളാർ, സൂര്യൻ, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷനാണ്. സോളാർ സിസ്റ്റത്തിൻ്റെ മലയാളമാണ് സൗരയൂഥം എന്ന് പറയും. നിങ്ങൾക്കത് പഠിക്കാൻ തൽക്കാലമില്ല. സോ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫാമിലിയിലെ മെമ്പറാണ് നമ്മളുടെ എർത്ത്, നമ്മളുടെ ഭൂമി. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ് സോളാർ സിസ്റ്റം. ഒബ്സർവ് ദ ഡയഗ്രാം ബിലോ ദാറ്റ് ഡെപിക്ട്സ് ദ സോളാർ സിസ്റ്റം. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഡു യു സീ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ എപ്പോഴും സൺ ആയിരിക്കും. ഞാൻ പറഞ്ഞു തരാം, ഡോണ്ട് വറി. ഈസിൻറ്റ് ഇറ്റ് ദ സൺ? സൺ ഈസ് എ സ്റ്റാർ. സ്റ്റാർസ് ആർ ജയൻറ്റ് സെലസ്റ്റിയൽ ബോഡീസ് ദറ്റ് ബേൺ ബൈ ദംസെൽസ്. സ്റ്റാർസ് എമിറ്റ് ഹീറ്റ് ലൈറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി പിക്ചറിൽ. ഇതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റം നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ ക്ലിയറായിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സണ്ണ് സെൻറ്ററിലുണ്ട്. സണ്ണിന് ചുറ്റും ഇങ്ങനെ ഓരോരോ ലൈനായിട്ട്, ഈ ലൈൻ എന്ന് പറയുന്നത് ഓരോരോ റോഡാണ്. ഇങ്ങനെ ഈ ഓരോരോ റോഡിലാണ് ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. മനസ്സിലാവുന്നോ? സോ ഇങ്ങനെ 8 റോഡ്സ് ഉണ്ട്. റോഡെന്നല്ല പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരുക. സോ സണ്ണിന് ചുറ്റും, സണ്ണ് സെൻറ്ററിലുണ്ട്, സണ്ണിന് ചുറ്റും 8 റോഡ്സ് ഉണ്ട്. സോ ഈ 8 റോഡ്സിലൂടെയാണ് ഇവർ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. ആരാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. മനസ്സിലാവുന്നു?
സോ ആദ്യത്തെ സണ്ണിന് ചുറ്റുമുള്ള ആദ്യത്തെ റോഡിനകത്തൂടെ യാത്ര ചെയ്യുന്നത് മെർക്കുറിയാണ്. അതിന് തൊട്ടടുത്ത റോഡിലൂടെ യാത്ര ചെയ്യുന്നത് വീനസാണ്. അതിന് തൊട്ടടുത്തതിലൂടെ മാർസാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ ജുപ്പിറ്ററാണ്, ദെൻ സാറ്റേൺ ഉണ്ട്, യുറാനസ് ഉണ്ട്, നെപ്റ്റ്യൂൺ ഉണ്ട്. മനസ്സിലാവുന്നോ? ഓരോന്നും ഓരോ റോഡുകളാണ്. സോ ഓരോ റോഡുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുവാ മീൻ ചെയ്യുന്നത്? സോ ദിസ് പർട്ടിക്കുലർ ഇങ്ങനെ ഈ ഓരോന്നും ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. സോ സണ്ണാണ് സെൻറ്ററിൽ. സണ്ണെന്ന് പറയുന്ന ഒരു ബിഗ് സ്റ്റാറാണ്. സണ്ണെന്ന് പറയുന്ന സ്റ്റാറിനെ റിവോൾവ് ചെയ്തുകൊണ്ട് റിവോൾവ് എന്ന് വെച്ചാൽ ചുറ്റിനും കറങ്ങുന്നതിനെയാണ് റിവോൾവ് എന്ന് പറയുന്നത്. സോ സൺ എന്ന് പറയുന്ന സ്റ്റാറിനെ ചുറ്റിനും റിവോൾവ് ചെയ്തുകൊണ്ട് ദർ ആർ നമ്പർ ഓഫ് പ്ലാനറ്റ്സ്. ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദെയർ? 8 പ്ലാനറ്റ്സ് ആർ ദെയർ. സോ ദർ ഈസ് എ സ്റ്റാർ, ബിഗ് സ്റ്റാർ, സൺ അറ്റ് ദ സെൻറ്റർ, റിവോൾവിങ് സൺ ഇൻ ഡിഫറെൻറ്റ് റോഡ്. ഈ ഓരോ റോഡിലൂടെയായിരിക്കും ഈ ഓരോ പ്ലാനറ്റും യാത്ര ചെയ്യുന്നത്. ഈ ഓരോ റോഡിനെയും നമ്മൾ ടെക്നിക്കലി ഓർബിറ്റ് എന്ന് പറയും. നിങ്ങളുടെ പാഠത്തിലുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, സോ ഇങ്ങനെ ഈ ഓരോ ഓർബിറ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സണ്ണിന് ചുറ്റുമുള്ള ഈ ഓരോ റോഡിനെയുമാണ് നമ്മൾ ഓരോ ഓർബിറ്റ് എന്ന് പറയുന്നത്. സോ ത്രൂ ഈച്ച് ഓർബിറ്റ് പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദ സൺ. ഓക്കെയാ? ത്രൂ ഈച്ച് ഓർബിറ്റ് planets revolve around the sun. സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട് ഈ ഈ ഓരോ ഓർബിറ്റിലൂടെയും സണ്ണിന് ചുറ്റും അവർ കറങ്ങുന്നുണ്ട്. മനസ്സിലാവുന്നു? സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ. സണ്ണ് സെൻറ്ററിലിരിക്കുകയാണ്. സണ്ണിന് ചുറ്റുമാണ് ഈ ഓരോരുത്തരും ഇങ്ങനെ ഓരോ റൗണ്ട്, ഓരോ സർക്കിളിനകത്താണ് ഇങ്ങനെ കറങ്ങുന്നത്. ഇതിൻ്റെ സർക്കിളിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഫുൾ പിക്ചർ ഞാൻ ഈ വരച്ചതാണ് ഫുൾ പിക്ചർ. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? സോ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇങ്ങനെ 8 പ്ലാനറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 4, സോ മൊത്തത്തിൽ എത്ര ഉണ്ട്? നമുക്ക് 8 പ്ലാനറ്റ്സ്. ആദ്യത്തെ 4 പ്ലാനറ്റ്സ് കഴിഞ്ഞാൽ അവിടെ ഒരു സെപ്പറേറ്റ് ഒരു ബെൽറ്റ് ഉണ്ട്. ഒരു ബെൽറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ബെൽറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റീജിയൻ. നമ്മൾ പാൻറ്റിൻ്റെ കൂടെ ഇടുന്ന ബെൽറ്റ് അല്ല. ബെൽറ്റ് എന്ന് വെച്ചാൽ ഒരു റീജിയനാണ്. ഓക്കെ, റീജിയനാണ് ബെൽറ്റ്. സോ 4 പ്ലാനറ്റ്സ് അകത്തും വരും, 4 പ്ലാനറ്റ്സ് പുറത്തും വരും. ഈ അകത്തുള്ള പ്ലാനറ്റ്സിനെ നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്, പുറത്തുള്ളതിനെ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. സോ ഇതിനെ രണ്ടിനെയും കൂടെ മാറ്റിക്കൊണ്ട്, 2 സെക്ഷനായിട്ട് മാറ്റിക്കൊണ്ട് ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്. ഓക്കെ ആണോ? ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഈ പ്ലാനറ്റ്സൊക്കെ ഫോം ചെയ്തില്ലേ, പ്ലാനറ്റ്സൊക്കെ ഫോം ചെയ്തപ്പോൾ വന്നിരിക്കുന്ന വേസ്റ്റാണ് ഇവിടെ ഡെപ്പോസിറ്റ് ആയിരിക്കുന്നത്. അതായത് നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ വരില്ലേ? സിമൻറ്റും കമ്പിയും മണലും എല്ലാം വേസ്റ്റ് വരില്ലേ? ഇതൊക്കെ എവിടെയെങ്കിലും നമ്മൾ ഡംപ് ചെയ്യാറില്ലേ? ഡംപിങ്. സോ അങ്ങനെ നമ്മുടെ പ്ലാനറ്റ് ഫോർമേഷൻ നടന്ന സമയത്ത് ഡംപ് ചെയ്തിരിക്കുന്ന വേസ്റ്റേജ്, ഡസ്റ്റ് പാർട്ടിക്കിൾസും പ്ലാനറ്റ്സിൻ്റെയൊക്കെ ബാലൻസ് പോർഷനൊക്കെയാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിനകത്ത് ഉള്ളത്. ഈസ് ദാറ്റ് ഓക്കെ? സോ കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് ഉള്ളതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സൺ ഈസ് എ സ്റ്റാർ. സ്റ്റാർസ് ആർ ജയൻറ്റ് സെലസ്റ്റിയൽ ബോഡീസ്. സ്റ്റാർസ് എന്ന് പറയുന്നത് വളരെ വലിയ, ഭയങ്കര സൈസുള്ള സെലസ്റ്റിയൽ ബോഡീസാണ്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നാൽ ആകാശത്തുള്ള വസ്തുക്കൾ ഓർ ആകാശഗോളങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ. സോ സ്റ്റാർസ് ആർ ജയൻറ്റ് സെലസ്റ്റിയൽ ബോഡീസ്. സോ നമ്മൾ ആകാശത്തിൽ കാണുന്ന, നിങ്ങൾ സ്കൈയിൽ കാണുന്ന എനി ഒബ്ജക്ട്സ് യു ക്യാൻ കോൾ ഇറ്റ് ആ സെലസ്റ്റിയൽ ബോഡി. Means if you want star, you can call it a celestial body. You can call moon as a celestial body. You can call different stars a celestial body. You can call planet a celestial body, etc. etc. മനസ്സിലായോ? So stars are giant celestial bodies that burn by themselves. Stars emit heat and light in large quantity. So നമ്മളുടെ സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമുക്ക് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട് നമ്മളുടെ സോളാർ സിസ്റ്റത്തിലല്ല, നമ്മളുടെ സ്കൈയിൽ. മനസ്സിലാവുന്ന ടെക്നിക്കൽ വേർഡ്സിലോട്ട് ഞാൻ വരാം. സോ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് സ്റ്റാർസ് വി ഹാവ് ഇൻ സ്കൈ. സോ ഈ സ്റ്റാർ എന്താ ഫങ്ഷൻ എന്ന് വെച്ചാൽ,
ഈ സ്റ്റാറിൻ്റെ നടുക്ക് ഒരു ഫ്യുവൽ ഇരിപ്പുണ്ട്. ഫ്യുവൽ നമ്മൾ എഗെയിൻ നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് ഉണ്ടോ എനിക്കറിയില്ല. ഫ്യുവൽ എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഫ്യുവലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ എക്സ്പെരിമെൻ്റ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. ഹൈഡ്രജൻ ഫ്യുവലിനെ എങ്ങനെ നമുക്ക് വണ്ടിക്കകത്ത് ഉപയോഗിക്കാനും. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ടെക്നോളജി ഹാൻഡിൽ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇതുവരെ നമുക്ക് വണ്ടിക്കകത്ത് വരാത്തത് ഇതുവരെ. അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, മാത്രമല്ല സീറോ വേസ്റ്റേജ് ഉള്ളൊരു ഫ്യുവലാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഈ സ്റ്റാറിൻ്റെ നടുക്ക് ഹൈഡ്രജൻ ഫ്യുവലുണ്ട്. ഹൈഡ്രജൻ ഫ്യുവൽ കത്തി അവന്മാർ ഹീലിയമായി മാറും. സോ ത്രൂ ദിസ് പ്രോസസ് സ്റ്റാർ എമിറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? So stars has a unique feature. What is that unique feature? These are the giant celestial bodies that can burn by using the fuel hydrogen, and they emit heat and light in large quantities. Okay. Do you notice the celestial bodies that revolve around the sun? So ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, whoever കമ്മിങ് ഫ്രം ദ മലയാളം മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും ഈ വൊക്കാബുലറി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ സെലസ്റ്റിയൽ ബോഡി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് അറിയണം. സോ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ്. സോ റിവോൾവ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ, ഇവിടെ ഒരു സണ്ണുണ്ട് നടുക്ക്, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. സോ ദ പ്ലാനറ്റ്സ് ഓർ ഇതുവരെ അവർ പ്ലാനറ്റാണെന്ന് അതിനെ വിളിച്ചിട്ടില്ല, സെലസ്റ്റിയൽ ബോഡീസിനെ അവർ വിളിക്കുന്നുള്ളൂ. ദ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് അറൗണ്ട് ദ സൺ. Yes or no? Which are they? Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, Neptune. ഞാൻ ആക്ച്വലി മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം +1 +2 ആയപ്പോഴാണ് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു അഡ്ജസ്റ്റ് വിത്ത് ഇംഗ്ലീഷ് വേർഡ്സ്. ഓക്കെ, സോ ആ ഇംഗ്ലീഷ് വേർഡ്സോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പല കോഡുകൾ ഉപയോഗിക്കുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സയൻസും എല്ലാം ഞങ്ങൾക്ക് അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലല്ല ഞങ്ങൾ പഠിച്ചത്, മലയാളത്തിലായതുകൊണ്ട് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നും പറഞ്ഞ് ആ രീതിയിൽ അങ്ങ് പോയി. മനസ്സിലാകുന്നു? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ജൂപ്പിറ്റർ, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നും പറഞ്ഞാണ് ഞങ്ങൾ മലയാളത്തിൽ പഠിച്ചത്. അത് പാട്ടുപോലെ അറിയാം. ബട്ട് ഇതിൻ്റേതായ ഓർഡറിൽ, അതായത് നിങ്ങൾക്കിവിടെ കാണാം, ആദ്യം മെർക്കുറിയാണ് വരുന്നത്, ഒന്നാമത്. രണ്ടാമത് വീനസ് ആണ് വരുന്നത്. മൂന്നാമത് എർത്ത് ആണ് വരുന്നത്. നാലാമത് മാർസ്. അഞ്ചാമത് ജൂപ്പിറ്റർ. ആറാമത് സാറ്റേൺ. ഏഴാമത് യുറാനസ്. എട്ടാമത് നെപ്റ്റ്യൂൺ. സോ ഇത് ഓർഡറിൽ അറിയേണ്ട ആവശ്യം വരും പല എക്സാമുകളിലും. മാത്രമല്ല ഡയഗ്രാം വരയ്ക്കുമ്പോഴും നമുക്ക് ആ ഓർഡർ ഓർത്തിരിക്കണം. പക്ഷേ അത് മലയാളത്തിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷിലാവുമ്പോൾ ആക്ച്വലി ഓർഡറൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ഈ നെയിംസ് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. സോ പിന്നീട് പെതുക്കെ ഈ നെയിംസ് പഠിച്ചു. സോ വെക്കാബുലറി ഐ ഗോട്ട്, ബട്ട് ദ ഓർഡർ വാസ് വെരി കൺഫ്യൂസീവ്. സോ ഓർഡർ ഓർത്തിരിക്കാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോഡ് പറഞ്ഞുതരാം. ഇത് ആവശ്യമുള്ളവർ മാത്രം കോഡ് ഉപയോഗിച്ചാൽ മതി. അല്ലാത്തവർക്ക് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പാട്ടുപോലെ പഠിക്കുക. ഞാനിതെങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യമുള്ളവർ മാത്രം നോക്കുക. മോട്ടോർ വകുപ്പിലാണ് എൻ്റെ മാമൻ്റെ ജോലി. മനസ്സിലാവുന്നു? മോട്ടോർ വകുപ്പിലാണ് എൻ്റെ മാമൻ്റെ ജോലി. മാമനൊരു മോനുണ്ട്, സണ്ണിൻ്റെ സ്പെല്ലിങ് SON ആണ്, ബട്ട് ഞാനത് SUN ആക്കി മാറ്റി. മാമനൊരു മോനുണ്ട്. സോ മോട്ടോർ വകുപ്പിൽ MVEMJSUN, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. സോ ഈ രീതിയിലാണ് ഞാനിത് ഓർത്തിരിക്കുന്നത്. ഇത് എക്സാമിനൊന്നും യൂസ് ചെയ്ത് കളയല്ലേ, മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നൗ സോ വാട്ട് ഓൾ തിങ്സ് വി ഹാവ് സെഡ്. ഒന്ന്, പ്ലാനറ്റ് എന്ന് പറയുന്ന വേർഡ് ഇതുവരെ നിങ്ങളുടെ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ വന്നിട്ടില്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ വരുന്നുണ്ട്. ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ആർ ദീസ്. The celestial bodies that rotate themselves while revolving around the sun are called planets. So, എന്താണ് planets? The celestial bodies that rotate themselves. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, the celestial bodies that rotate themselves തന്നെ കറങ്ങുന്നു, while revolving around the sun are called planets. Means planetsനൊരു ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. What are planets?
planets are those celestial bodies that rotate themselves while revolving around the sun. സണ്ണിന് ചുറ്റും കറങ്ങുന്നതിനോടൊപ്പം സ്വയം റൊട്ടേറ്റ് ചെയ്യുന്ന സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. യെസ് ഓർ നോ? ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് പ്ലാനറ്റ് ഷോൺ ഇൻ ദ ഗിവൺ ഫിഗർ. 5 എന്ന് പറയുന്ന ഫിഗറിൽ തന്നിരിക്കുന്ന ഇതിൻ്റെ പാത്ത് കണ്ടുപിടിക്കാൻ. പാത്ത് നമ്മൾ കണ്ടല്ലോ. ദ പാത്ത് ഓഫ് എ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ ഈസ് കാൾഡ് ഓർബിറ്റ്. മനസ്സിലായോ? ഓർബിറ്റ് എന്ന് പറയുന്ന വേർഡ് വന്നു കഴിഞ്ഞു, പ്ലാനറ്റ് എന്ന് പറയുന്ന വേർഡ് വന്നു കഴിഞ്ഞു. ഓക്കെ, സോ ഓർബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സുകൾ റിവോൾവ് ചെയ്യപ്പെടുമ്പോൾ ആ സഞ്ചരിക്കുന്ന ആ സ്പെസിഫിക് പാത്തിനാണ്, സ്പെസിഫിക് റൂട്ടിനാണ് നമ്മൾ പറയുന്നത് ഓർബിറ്റ് എന്ന്. The path of a planet around the sun is called orbit. Satellites are celestial bodies that revolve around the planet. ഇനി ശ്രദ്ധിച്ചോണം, ഈ ഓരോ പ്ലാനറ്റിനെയും നമ്മൾ പറഞ്ഞില്ലേ, അതായത് മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്, എർത്ത് ഉണ്ട്, മാർസ് ഉണ്ട്. ഈ ഓരോ പ്ലാനറ്റിനെയും ചുറ്റിക്കൊണ്ട്, അതായത് ഈ ഓരോ പ്ലാനറ്റിനെയും സെൻറ്ററാക്കി വെച്ചുകൊണ്ട് വേറെ കുറച്ച് സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. അത് ഈ പ്ലാനറ്റ്സിനെ ചുറ്റും. അന്നേരം നിങ്ങൾ ചോദിക്കും, സർ ഈ ഒബ്ജക്റ്റ് സണ്ണിനെ ചുറ്റുന്നില്ലേ? ആക്ച്വലി ഇവൻ ഡയറക്റ്റ് സണ്ണുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ഇവൻ്റെ ഫോക്കസ് ഇവൻ മാത്രമായിരിക്കും. ഇവന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവൻ, ഈ ജുപ്പിറ്റർ എന്ന് പറയുന്ന ആൾ, ഈ ജുപ്പിറ്റർ സണ്ണിന് ചുറ്റും കറങ്ങുന്നത് കൊണ്ട് ഇവനും ഓഫ് കോഴ്സ് കറങ്ങപ്പെടും. ബട്ട് this celestial body only focusing on the Jupiter, or it revolves around the planet. മനസ്സിലാവുന്നോ? ആ ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സോ സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്. പ്ലാനറ്റിനെ ചുറ്റുന്ന, റിവോൾവിങ് അറൗണ്ട് ദ പ്ലാനറ്റ്, ദോസ് സെലസ്റ്റിയൽ ബോഡീസ് ആർ കാൾഡ് സാറ്റലൈറ്റ്സ്. ഓക്കെ, മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ സാറ്റലൈറ്റാണ് മൂൺ. എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റിന് ഒരേ ഒരു സാറ്റലൈറ്റേ ഉള്ളൂ, ഓൺലി വൺ സാറ്റലൈറ്റ്, ദാറ്റ് ഈസ് മൂൺ. പക്ഷേ നിങ്ങൾ മറ്റുള്ള പ്ലാനറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില പ്ലാനറ്റ്സിന് സാറ്റലൈറ്റ്സ് ഇല്ല, നോ സാറ്റലൈറ്റ്സ്. ചില പ്ലാനറ്റ്സിന് മോർ ദാൻ 79 സാറ്റലൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതിനകത്ത് ജുപ്പിറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ജുപ്പിറ്ററിന് 79 കൂടുതൽ സാറ്റലൈറ്റുകൾ ആൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സയൻസ് പുരോഗമിക്കുന്നതല്ലേ ഉള്ളൂ. നമുക്കറിയില്ല ഇപ്പോൾ എല്ലാത്തിനും എത്ര സാറ്റലൈറ്റ് ഉണ്ടെന്നല്ല. ഓൾമോസ്റ്റ് കൗണ്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ നിയർ ബൈ ഉള്ളതിൻ്റെ കാര്യമല്ല നമുക്കറിയാം. പക്ഷേ ജുപ്പിറ്ററൊക്കെ ഒരുപാട് അകലമാണ്. ഒരുപാട് അകലം മീൻസ് ഇറ്റ്സ് ഹ്യൂജ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും കൂടുതലാണ്. ഈസ് ദാറ്റ് ഓക്കെ? സോ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. What is a satellite? Satellites are celestial bodies that revolve around the planet. So if I am asking what is moon, moon is a satellite of earth that revolve around the moon. മനസ്സിലാവുന്നോ? Now arrange the planets on the basis of their distance from the sun. അങ്ങനെയാണ് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ആണ് ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം മെർക്കുറി വരും, പിന്നെ വീനസ് വരും, എർത്ത് വരും, മാർസ് വരും. മനസ്സിലാവുന്നു? സോഫ്റ്റ്വെയറിലേക്ക് കെ സ്റ്റാർ ആൻഡ് സ്റ്റെർലിയം ഇൻ യുവർ സ്കൂൾ ലാബ്, അത് വേറെ. ഓക്കെ, വിട്ടേരെ. സോ അറേഞ്ച് ചെയ്യാൻ പഠിച്ചോ നിങ്ങൾ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. മനസ്സിലാവുന്നോ? ഇനി 2 ആസ്ട്രോളോജേഴ്സിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആസ്ട്രോളോജർ അല്ല, ആസ്ട്രോണോമർ. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വേറെയാണ്, ആസ്ട്രോണോമി എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഓക്കെ, നമ്മുടെയൊക്കെ ജാതകമൊക്കെ എഴുതി തരുന്ന ആളില്ലേ, നമ്മുടെ കാണിപ്പയ്യൂർ, അവർ ആസ്ട്രോളോജറാണ്. ഇത് ആസ്ട്രോണോമറാണ്. ഇത് സയൻസാണ്. മറ്റേത് ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബിലീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതും എ കൈൻഡ് ഓഫ് സയൻസാണ്, ബട്ട് നോട്ട് പ്യുവർലി സയൻസ്. സോ 2 ആസ്ട്രോണോമേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കോപ്പർനിക്കസും ഒന്ന് ഗലീലിയോയും. സോ നിക്കോളാസ് കോപ്പർനിക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ മാത്രമല്ല, യു നീഡ് ടു നോ ദിസ് ഈവൻ ഫോർ യുവർ PSC എക്സാം. ഗവൺമെൻറ് എക്സാം ഇല്ലേ, എൻട്രൻസ് എക്സാം, PSC പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ, അതിന് പോലും ആവശ്യമുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാം. സോ നിക്കോളാസ് കോപ്പർനിക്കസിൻ്റെ
ജനനവും മരണമാണ് എഴുതിയിരിക്കുന്നത്. ഹി ബോൺ ഓൺ 1473 AD. ഹി ഡൈഡ് ഓൺ 1543 AD. മനസ്സിലാവുന്നു? 1473 ജനിച്ചത്. കോപ്പർനിക്കസ് വാസ് എ ജിയോ സയൻറ്റിസ്റ്റ്. ജിയോ മീൻസ് എർത്ത്, സയൻറ്റിസ്റ്റ് മീൻസ് ശാസ്ത്രജ്ഞൻ. സോ എർത്തിനെ കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞൻ. കോപ്പർനിക്കസ് വാസ് എ ജിയോ സയൻറ്റിസ്റ്റ് ആൻഡ് ആൻ ആസ്ട്രോണോമർ. സോ ആസ്ട്രോണോമർ എന്ന് പറയുന്നത് വാന നിരീക്ഷകൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. വാന നിരീക്ഷകൻ ഓർ ആകാശ നിരീക്ഷകൻ ഓർ ആകാശത്തിൽ നമ്മൾ കാണുന്ന സെലസ്റ്റിയൽ ബോഡീസ് ഇല്ലേ, അതിനെയൊക്കെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ പാറ്റേൺ നോക്കി അത് ഏത് രീതിയിലാണ് വരുന്നത് പോകുന്നത് എന്നൊക്കെ അവർ വലിയ ടെലസ്കോപ്പുകളൊക്കെ വെച്ച് നോക്കി കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് ഈ ആസ്ട്രോണോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പർനിക്കസ് വാസ് എ ജിയോ സയൻറ്റിസ്റ്റ് ആൻഡ് ആൻ ആസ്ട്രോണോമർ ഫ്രം പോളണ്ട്. പോളണ്ട് എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്, നമ്മുടെ ഇന്ത്യയെ പോലെ ഒരു രാജ്യമാണ് പോളണ്ട്. Ancient beliefs was that the earth was center of the solar system. അതായത് ഈ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ മുമ്പ് ചിന്തിച്ചിരുന്നത് നമ്മുടെ ഭൂമിയാണ് ഏറ്റവും സെൻറ്ററെന്നും ഭൂമിക്ക് ചുറ്റുമാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നത് എന്ന രീതിയിലായിരുന്നു നമ്മുടെ പഴയ ബിലീഫ്. ബട്ട് കോപ്പർനിക്കസ് ക്വസ്റ്റ്യൻഡ് ദിസ് ബിലീഫ്. ഹി അനൗൺസ്ഡ് ടു ദ വേൾഡ് ദാറ്റ് സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോ ഹു വാസ് കോപ്പർനിക്കസ്? Copernicus is the astronomer who announced that sun is the center of the solar system or solar systemത്തിൻ്റെ മനസ്സിലാവുന്ന നമ്മൾ ജീവിക്കുന്ന സെലസ്റ്റിയൽ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ സണ്ണാണ്, എർത്ത് അല്ല. എർത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജസ്റ്റ് പാർട്ടാണ് എന്ന രീതിയിൽ നമ്മളിപ്പോൾ കണ്ട ഈ ഒരു മാപ്പ് ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്നത് ബൈ നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സണ്ണാണ് സെൻറ്റർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ വേറൊരു സയൻറ്റിസ്റ്റാണ് ഗലീലിയോ. ഗലീലിയോ ജനിക്കുന്നത് 1564, മരണം 1642. ഒരു ഇറ്റാലിയൻ ഫിസിസിസ്റ്റ് ആയിരുന്നു, ആസ്ട്രോണോമർ ആയിരുന്നു, മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു. ഹീ സ്റ്റാർട്ടഡ് ഒബ്സർവിങ് ദ സ്കൈ വിത്ത് എ സെൽഫ് മെയ്ഡ് ടെലസ്കോപ്പ്. ഡിസ്കവർ 4 സാറ്റലൈറ്റ്സ് ഓഫ് ജൂപ്പിറ്റർ. സോ ഗലീലിയോ എന്ന് പറയുന്നത് ഗലീലിയോ ആദ്യമായിട്ട് സ്വയമായിട്ട് ഒരു ടെലസ്കോപ്പ് ഡെവലപ്പ് ചെയ്തു. ആ ടെലസ്കോപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നിങ്ങളുടെ ലാബിൽ മൈക്രോസ്കോപ്പ് ഉണ്ട്. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ചെറിയ ജീവികളെ, നമ്മുടെ പാരസൈറ്റ്സിനെ, ബാക്ടീരിയയൊക്കെ കാണാനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതേപോലെ വേറൊരു സാധനമാണ് ടെലസ്കോപ്പ്. ബട്ട് ടെലസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറുതിനെ കാണാനല്ല, പിന്നെയോ ദൂരെയുള്ള സാധനങ്ങളെ കാണാനാണ്. വളരെ ദൂരെ ഉള്ള അതിനെ കാണാനാണ് നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ബൈനോക്കുലേഴ്സ് കണ്ടിട്ടുണ്ടോ? ബൈനോക്കുലർ ഇങ്ങനെ ഇരിക്കുന്ന ബൈനോക്കുലർ. സോ ഈ ബൈനോക്കുലറിനോട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസിലുള്ളത് കാണാം. ഈ ബൈനോക്കുലറിൻ്റെ ഹയർ ഫോമാണ് ഈ ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാന നിരീക്ഷകർ, ആസ്ട്രോണോമേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നതാണ്. സോ ഗലീലിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഗലീലിയോ developed his own telescope that was first in the world, and he observed the sky, and he also supported the claim of Copernicus, Nicholas Copernicus, that the sun is at the center of the solar system, and he also discovered some planets and the satellites of Jupiter. ആരെക്കുറിച്ചാണ് പറഞ്ഞേ? ഗലീലിയോയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി പ്ലാനറ്റ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. മനസ്സിലാവുന്നോ? സോ നമുക്ക് തുടക്കത്തിൽ നിന്ന് വരാം. മെർക്കുറിയാണ് ആദ്യത്തേത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് എന്നല്ലേ. സോ മെർക്കുറിക്ക് നോ സാറ്റലൈറ്റ്സ് ആണ്. മെർക്കുറി എന്ന് പറയുന്നത് നമ്മളുടെ 8 പ്ലാനറ്റിനകത്ത് സ്മോളസ്റ്റ് പ്ലാനറ്റാണ് മെർക്കുറി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? മെർക്കുറിക്ക് സാറ്റലൈറ്റ്സ് ഇല്ല, നോ സാറ്റലൈറ്റ്സ് ഫോർ ദ മെർക്കുറി, ആൻഡ് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. 2. മൂന്നാമതൊരു ഫീച്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു സൺ. സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് മെർക്കുറി എന്ന് പറയുന്നത്.
ഇതുകൂടാതെ ഒരുപാട് ഫീച്ചർ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ബട്ട് ഐ ആം നോട്ട് ഓവർലോഡിങ് യു. ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കുക. ഇതിനകത്ത് വേറെ എന്തെങ്കിലും വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. വീനസ് ആണ് നമ്മളുടെ സോളാർ സിസ്റ്റത്തിലെ ബ്രൈറ്റസ്റ്റ്, ഏറ്റവും തിളക്കമുള്ള ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്. ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ടെമ്പറേച്ചർ കൂടിയ പ്ലാനറ്റും വീനസ് ആണ്. വീനസിനും സാറ്റലൈറ്റ്സ് ഇല്ല. നൗ കംസ് സൺ. സൺ ഈസ് ദ ഓൺലി സ്റ്റാർ, സോറി എർത്തല്ല, സണ്ണാണ് നമ്മളുടെ സെൻറ്റർ എന്ന് പറയുന്നത്. സൺ ഈസ് ദ ഓൺലി സ്റ്റാർ ഇൻ ദ സോളാർ സിസ്റ്റം. ആ സണ്ണിന് ചുറ്റുമാണ് നമ്മൾ ഈ കറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ ആകാശത്ത് കാണുന്ന സ്റ്റാറുകളോ? അത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പെടുന്ന സ്റ്റാറുകളല്ല, അത് ഒരുപാട് ദൂരെയുള്ള മറ്റുള്ള സ്റ്റാറുകളെയാണ് നമ്മൾ സ്കൈയിൽ ആ സമയത്ത് കാണുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ സൈസ് സ്മോളും സണ്ണിൻ്റെ സൈസ് നമ്മൾ ബിഗ്ഗായിട്ടും എപ്പോഴും കാണുന്നതിൻ്റെ കാരണം അതാണ്. ഓക്കെയാ, ഇതൊക്കെ ഒരുപാട് ദൂരെയുള്ളതാണ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പെടുന്നതല്ല. സൺ ഈസ് ദ ഓൺലി സ്റ്റാർ ഇൻ ദ സോളാർ സിസ്റ്റം. ആ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്താണ് നമ്മുടെ സോളാർ സിസ്റ്റം പോലും എക്സിസ്റ്റ് ചെയ്യുന്നത്. നൗ എർത്ത്. സോ എർത്ത് ഈസ് ബ്ലൂ ഇൻ കളർ വെൻ വ്യൂഡ് ഫ്രം ദ സ്പേസ്. സ്പേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നീല കളറാണ് എർത്ത്. കാര്യം എന്താ ബ്ലൂ ആവാൻ കാരണം? ബിക്കോസ് 2/3 ഓഫ് എർത്ത് ഈസ് വാട്ടർ നമ്മൾ ഏകദേശം ബ്ലൂ കളറിലല്ലേ കാണുന്നത്, മനസ്സിലാവുന്നോ? അതുകൊണ്ടാണ് ദ എർത്ത് ഈസ് വ്യൂഡ് ആസ് ബ്ലൂ ഫ്രം ദ സ്പേസ്. നമ്മൾ എർത്തിന് മുകളിൽ പോയിരുന്ന സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫോട്ടോ. ദ ഓൺലി പ്ലാനറ്റ് വെയർ ലൈഫ് ഫൗണ്ട് ടു എക്സിസ്റ്റ്. സോ നമ്മളുടെ സോളാർ സിസ്റ്റത്തിനകത്ത് 8 പ്ലാനറ്റ്സ് ഉള്ളതിനകത്ത് എർത്തിൽ മാത്രമാണ് ആസ് ഓഫ് ടുഡേ ലൈഫ് എക്സിസ്റ്റിംഗ് ആണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ലൈഫ് മറ്റുള്ള പ്ലാനറ്റ്സുകളിൽ എക്സിസ്റ്റിംഗ് ആണോ, അതിനുള്ള കണ്ടീഷൻസ് അവിടെ എന്നുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം മാർസിനകത്തോട്ട് നമ്മളുടെ മാർസ് ഓർബിറ്റർ മിഷൻ എന്ന് പറയുന്ന ഒരു പേടകത്തിനെ നമ്മൾ വിട്ട കാര്യം നിങ്ങൾക്കറിയാം, ഒരു സ്പേസ് ക്രാഫ്റ്റ്, എസ് ഓർ നോ? സോ അതവിടെ പോയി എക്സ്പെരിമെൻറ്റ് ചെയ്തില്ലേ, മാർസ് ഓർബിറ്റർ മിഷൻ ഓർ മംഗലയാൻ എന്ന് പറയുന്നത് നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് മംഗലയാൻ. സോ മംഗലയാൻ എന്ന് പറയുന്നത് മാർസിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ട ഒരു സ്പേസ് ക്രാഫ്റ്റാണ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? സോ എന്താണ് ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്? ലൈഫ് ആ പ്ലാനറ്റ്സിലൊക്കെ എക്സിസ്റ്റിംഗ് ആണോ ഇല്ലയോ എന്ന് നോക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്. ദ ഓൺലി പ്ലാനറ്റ് വെയർ ലൈഫ് ഫൗണ്ട് ടു എക്സിസ്റ്റ് ആസ് ഓഫ് ടുഡേ ഈസ് എർത്ത്. ഒരേ ഒരു സാറ്റലൈറ്റേ ഉള്ളൂ, മൂൺ. സോ നിങ്ങൾ ശ്രദ്ധിച്ചോണം, മെർക്കുറി, വീനസ്. മെർക്കുറിക്കും വീനസിനും നോ സാറ്റലൈറ്റ്സ് ആണ്. എർത്തിന് ഒരേ ഒരു സാറ്റലൈറ്റാണ്. ഓക്കെയാ? മാർസിന് 2 സാറ്റലൈറ്റ് ഉണ്ട്. ട്രേസസ് ഓഫ് വാട്ടർ ഫ്ലോ ഇൻ ഏൻഷ്യൻ്റ് ടൈംസ് ഡിസ്കവേർഡ്. അതായത് നേരത്തെ പ്ലാനറ്റ് ഫോം ചെയ്ത ടൈമിൽ ഇവിടെ വാട്ടർ ഉണ്ടായിരുന്നു എന്ന ഒരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ലൈഫ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതെന്തോ അന്നേരം വാട്ടർ ഉള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തോ? വാട്ടർ ഉള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്, വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ ആസ് ഓഫ് ടുഡേയ്സ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച്. നാളെ വാട്ടർ ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെയാ? ഇന്നത്തെ കണ്ടീഷൻ അനുസരിച്ച് അങ്ങനെയാണ്. ഇനി മറ്റുള്ള പ്ലാനറ്റ്സോ? ജൂപ്പിറ്റർ, സാറ്റേഴ്സ്, യുറാൻ, നെപ്റ്റ്യൂൺ. ജൂപ്പിറ്ററാണ് ഔട്ടർ പ്ലാനറ്റ്സിൽ വരുന്നതാണ് ഈ 4 ഔട്ടർ പ്ലാനറ്റ്സ്. മറ്റേ 4 ഇന്നർ പ്ലാനറ്റ്സ് ആണ്. ജൂപ്പിറ്ററാണ് ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. നമ്മളുടെ സോളാർ സിസ്റ്റത്തിലെ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റാണ് ജൂപ്പിറ്റർ. മോർ ദാൻ 60 സാറ്റലൈറ്റ്സ്. സോ നിങ്ങളുടെ ബുക്കിൽ 16 ആണെങ്കിലും ഇപ്പോൾ മോർ ദാൻ 79 സാറ്റലൈറ്റ്സ് ആണ്. പക്ഷേ നിങ്ങൾ 60 സാറ്റലൈറ്റ്സ് പഠിച്ചാൽ മതി, കാര്യം നിങ്ങളുടെ ബുക്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. ഓക്കെയാ? ഇനി നിങ്ങളുടെ ടീച്ചർ അങ്ങനെ മാറ്റി പറയുവാണെങ്കിൽ അങ്ങനെ പഠിച്ചു. 12 years ടു റിവോൾവ് അറൗണ്ട് ദ സൺ. അതായത് സണ്ണിന് ചുറ്റും ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റ് ഒരു ടൈം റിവോൾവ് ചെയ്യാനെടുക്കുന്ന സമയം 12 years ആണ്. നമ്മളുടെ 12 years, അതായത് ഒരു ഇയർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 365 days. 365 into 12 days Jupiter will take to revolve around the sun once. മനസ്സിലാവുന്നോ? അപ്പോൾ എർത്തിൻ്റെ കാര്യമോ? എർത്ത് 1 ടൈം സണ്ണിനെ ചുറ്റി വരാനെടുക്കുന്ന ടൈം, എർത്ത് 1 ടൈം സണ്ണിനെ ചുറ്റിയെടുക്കാൻ വരുന്ന ടൈം, അതായത് 1 റെവല്യൂഷൻ.
one revolution of earth around sun ആണ് 365 days എന്ന് പറയുന്ന 1 year എന്ന് നമ്മൾ പറയുന്നത്. Okay, so Jupiter is the biggest planet in our solar system. More than 60 satellites identified, 12 years to revolve around the sun. Jupiter, Saturn has rings around. കണ്ടോ, സാറ്റേണിന് എപ്പോൾ വരച്ചാലും ഇങ്ങനെ റിങ് വരയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ എന്താണ് ഈ റിങ്? റിങ് എന്ന് പറയുന്നത് നമ്മൾ സാറ്റേണിന് ചുറ്റും കാണപ്പെടുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു റീജിയനാണ് ഈ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറ്റേണിന് മാത്രം റിങ് ഉള്ളത്? ആക്ച്വലി സാറ്റേണിന് മാത്രമല്ല റിങ് ഉള്ളത്, ഈ ഔട്ടർ പ്ലാനറ്റ്സിനെല്ലാം റിങ് ഉണ്ട്. പക്ഷേ സാറ്റേണിൻ്റെ റിങ് ആണ് ആക്ച്വലി പ്രൊമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെടും സാറ്റേണിൻ്റെ റിങ്. സോ സാറ്റേൺ ഹാസ് റിങ്സ് അറൗണ്ട്. മോർ ദാൻ 30 സാറ്റലൈറ്റ്സ് സാറ്റേണിൻ്റെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ആക്ച്വലി 30ക്കൊക്കെ മുകളിലാണ് ഈ സാറ്റലൈറ്റ്സിൻ്റെ കൗണ്ട്. മനസ്സിലാവുന്നോ? എർത്തിന് എത്ര സാറ്റലൈറ്റ് ഉണ്ട്? 1. മാർസിന് എത്ര സാറ്റലൈറ്റ് ഉണ്ട്? 2. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ജുപ്പിറ്ററിന് എത്ര സാറ്റലൈറ്റ്സ് ഉണ്ട്? നിങ്ങളുടെ ബുക്ക് അനുസരിച്ച് മോർ ദാൻ 60. സാറ്റേണിന് എത്ര സാറ്റലൈറ്റ് ഉണ്ട്? മോർ ദാൻ 30 നിങ്ങളുടെ ബുക്ക് അനുസരിച്ച്. നൗ കംസ് ടു യുറാനസിന് 25ൽ കൂടുതൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. യുറാനസ് ടേക്ക് 84 ഇയേഴ്സ് ടു റിവോൾവ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ യുറാനസ് എടുക്കുന്ന ടൈം നമ്മളുടെ 84 വർഷമാണ്. നെപ്റ്റ്യൂൺ, മോർ ദാൻ എ ഡസൺ സാറ്റലൈറ്റ്. ഒരു ഡസൺ എന്ന് വെച്ചാൽ എത്ര? 12ൽ കൂടുതൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. നെപ്റ്റ്യൂൺ ടേക്ക് 164 ഇയേഴ്സ് ടു റിവോൾവ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും കറങ്ങാൻ 164 വർഷം എടുക്കും നെപ്റ്റ്യൂണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്ലാനറ്റ്സുകൾ ഇങ്ങനെ പോകുമ്പോൾ കൂടുതൽ വർഷങ്ങൾ എടുക്കുന്ന സണ്ണിന് ചുറ്റും കറങ്ങാൻ? എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്? വൈ? അപ്പോൾ നമുക്കതാ ഇവിടെ സണ്ണുണ്ട്. ഇതെന്താണ്? ഇത് റോഡ് വളരെ ചെറിയ റോഡല്ലേ, അതായത് ദൂരം കുറവല്ലേ. എനിക്ക് ഇവിടെ നിന്നും ഇങ്ങനെ കറങ്ങി ഇവിടെ വരാൻ വേണ്ടി എടുക്കുന്ന സമയം കുറവായിരിക്കും. കമ്പയർഡ് ടു ദിസ്. കാര്യം എന്തുവാ? ഇത് വലിയൊരു സർക്കിളല്ലേ. ഞാൻ ഇവിടുന്ന് വരെ ഇത്രയും കറങ്ങി വരാൻ അത്രയും സമയം എടുക്കത്തില്ലേ. ഇനി ഞാൻ അതിലും വലുതൊരെണ്ണം വരച്ചാലോ? അതെടുക്കുന്ന സമയം അതിനേക്കാളും കൂടുതലായിരിക്കും. മനസ്സിലാവുന്നോ? അതിനേക്കാളും കൂടുതലായിരിക്കും. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ദാറ്റ് മീൻസ് നമ്മുടെ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പറയുന്നതിനകത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ദൂരം കൂടി വരുന്നത് കൊണ്ട്, സിൻസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസ് ഫ്രം ദിസ് സെൻറ്റർ ടു ഔട്ടർ റീജിയൻ, ദിസ് സാറ്റലൈറ്റ്സ് ഇൻ ദ ഔട്ടർ റീജിയൻ ടേക്സ് more time, more days, more years to complete one revolution around the sun. That's why Neptune takes 164 years. Means 164 into 365 days to revolve around the sun. മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? Now identify the other members of the solar system from the diagram. നമ്മൾ ആസ്ട്രോയിഡ്സും ഡ്വാർഫ് പ്ലാനറ്റ്സും കൊടുത്തിട്ടുണ്ട് ആ ഡയഗ്രത്തിനകത്ത്. ശരിയല്ലേ? നിങ്ങൾ കണ്ടായിരുന്നോ? ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഡ്വാർഫ് എന്ന് വെച്ചാൽ കുള്ളൻ എന്നർത്ഥം. സോ കുള്ളൻ ഗ്രഹങ്ങൾ ഉണ്ട്, ഡ്വാർഫ് പ്ലാനറ്റ്. പിന്നെ ആസ്ട്രോയിഡിൻ്റെ ബെൽറ്റ് നമ്മൾ കണ്ടു, ആസ്ട്രോയിഡ് ബെൽറ്റ്. സോ ഇങ്ങനെ 2 എണ്ണമാണ് നമ്മൾ ഇത് കൂടാതെ നമ്മളുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഡയഗ്രത്തിൽ നിന്നും കിട്ടുന്നത്. The rock fragments revolving around the sun in between Mars and Jupiter are asteroid. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ പ്ലാനറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് റോക്ക് ആയിരിക്കുമല്ലോ. നമ്മുടെ പ്ലാനറ്റ് റോക്കാണല്ലോ. സോ ദ റോക്ക് ഫ്രാഗ്മെൻറ്റ്സ്, റോക്ക് ആൻഡ് ഡസ്റ്റ് deposited in a belt that revolves around the sun between Mars and Jupiter. സോ ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് മാർസിനും ജുപ്പിറ്ററിനും ഇടയ്ക്കാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കയറി ആസ്ട്രോയിഡ് ബെൽറ്റ് വരയ്ക്കാൻ പറ്റത്തില്ല.
മനസ്സിലാവുന്നു? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് എന്ന് പറയുന്ന ഇന്നർ പ്ലാനറ്റ്സും ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഔട്ടർ പ്ലാനറ്റ്സിനെയും ഇടയ്ക്ക് വരുന്ന ബെൽറ്റാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. സോ ദ റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ in between Mars and Jupiter are the asteroid. On rare occasions, they come towards the Earth and pose threat to the Earth. അതായത് ചില സമയത്ത് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്ന് ചില ഫ്രാഗ്മെൻറ്റ്സ്, ചില പാറക്കഷ്ണങ്ങൾ, ചില പീസുകൾ എന്തോ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവന്മാർ ഈ ഓരോ പ്ലാനറ്റ്സുകളിലും ചെന്ന് വീഴും. ഇവിടുന്ന് ചിലപ്പോൾ ഈ പ്ലാനറ്റിൽ ചെന്ന് വീഴും, മാർസിൽ വീഴും, ജൂപ്പിറ്ററിൽ വീഴും, ഓരോരുത്തടത്തും വീഴും. പക്ഷെ അവിടെ നിന്നും വീഴുമ്പോൾ നമ്മൾ അത്ര വറീഡല്ല. അതേ സമയത്ത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാറകഷ്ണം തെറിച്ച് നമ്മളുടെ എർത്തിലോട്ട് വരുവാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ വറീഡാണ്. സോ സംടൈംസ് ആക്ച്വലി സം പീസസ് ടാർഗറ്റഡ് ടുവേർഡ്സ് ദ എർത്ത് ദാറ്റ് പോസ് എ ത്രെഡ് ടു ദ എർത്ത്. നമുക്കൊരു ത്രെട്ടാണ് കാര്യം. അത്രയും ഫാസ്റ്റായിട്ട് ഒരു ഒബ്ജക്റ്റ് വന്ന് ഇടിച്ചാൽ ആ റീജിയൻ മൊത്തം നശിച്ചു പോകും, ഒരുപാട് ആൾക്കാർ മരിക്കാനിടയാകും. ഈസ് ദാറ്റ് ഓക്കെ? സി ചില ഫാക്ട്സ് കൊടുത്തിരിക്കുകയാണ്. യുറാനസ് ഈസ് ദ റോളിംഗ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റത്തിനകത്ത് റോളിംഗ് പ്ലാനറ്റാണ് യുറാനസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്. വൈൽ ഓൾ അതർ പ്ലാനറ്റ്സ് സ്പിൻ ലൈക്ക് ടോപ്പ്, യുറാനസ് സ്പിൻ ലൈക്ക് ദ വീൽ ഓഫ് എ വെഹിക്കിൾ. എനിക്ക് തോന്നുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലല്ലോ. അതായത് ഇങ്ങനെ നിങ്ങൾ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് നിങ്ങൾ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുക. സോ ഇതൊരു കാർഡ് ബോർഡാണ്. അതിൻ്റെ മിഡിലിൽ നിങ്ങളൊരു ഹോൾ ഇടുക. എന്നിട്ട് അതിനകത്തോടെ ഒരു കമ്പ് കുത്തി ഇറക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കറക്കുക. മനസ്സിലാവുന്നോ? ഇപ്പോൾ നിങ്ങൾ എന്തോ കാണുന്നത്? ദിസ് കാർഡ് ബോർഡ് ഈസ് റൊട്ടേറ്റിംഗ് അറൗണ്ട് ദിസ് സ്റ്റിക്ക്. ഈ സ്റ്റിക്കിനെ ചുറ്റി ഇങ്ങനെ കറങ്ങുമല്ലോ ചെയ്യുന്നത്, ഇങ്ങനെ കറങ്ങുമല്ലോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ സ്പിൻ എന്ന് പറയുന്നത്. സ്പിൻ. നിങ്ങൾക്ക് ഇങ്ങോട്ടും കറക്കാം, അങ്ങോട്ടും കറക്കാം. മനസ്സിലാവുന്നോ? ഇതിനെയാണ് സ്പിൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് നിങ്ങളൊരു ബോൾ എടുത്തിട്ട്, ക്രിക്കറ്റ് ബോളോ ഏതെങ്കിലും ഒരു ബോൾ എടുത്തിട്ട് തറയിലൊന്ന് ഉരുട്ടി വിടണം. സോ തറയിൽ ഉരുട്ടി വിടുമ്പോൾ അതങ്ങനെ ഒരേ ഒരു രീതിയിൽ മാത്രമേ കറങ്ങില്ല. ഇവൻ തേരാ പാര റൗണ്ട് ചെയ്തടിച്ചങ്ങ് പോകും. അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്തടിച്ചങ്ങ് പോകും. മനസ്സിലാവുന്നോ? അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. സോ planets do possess two kinds of motion, two kinds of movement, two kinds of rotation. പ്ലാനറ്റ്സ് സ്വയം കറങ്ങുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള ഏതെങ്കിലും സെലസ്റ്റിയൽ ബോഡിയെ ചുറ്റുന്നതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ യുറാനസ്, വെൻ യു ടേക്ക് യുറാനസ് ഈസ് ദ റോളിംഗ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. യുറാനസ് ആണ് സോളാർ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന റോളിംഗ് പ്ലാനറ്റ്. വൈൽ ഓൾ അതർ പ്ലാനറ്റ്സ് സ്പിൻ ലൈക്ക് ടോപ്പ്. നമ്മുടെ സ്റ്റിക്ക് കണ്ടില്ലേ? സോ സ്പിൻ ചെയ്യുന്നത്. യുറാനസ് സ്പിൻ ലൈക്ക് വീൽ ഓഫ് വെഹിക്കിൾസ്. അതിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ടു ദ വീനസ്, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് ദെയർ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിനകത്ത് വീനസ് ആയാലും യുറാനസ് ആയാലും യുറാനസ് ആൾറെഡി സ്പിന്നിങ് എന്ന് പറഞ്ഞു, ഓർ കറങ്ങുവാണെന്ന് പറഞ്ഞു. ഇനി വീനസിൻ്റെ കാര്യം ഇവിടെ നോക്കണം. ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ടു ദ വീനസ്, ഡോണ്ട് ഫർഗെറ്റ് ദ സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് ദെയർ. എന്തുകൊണ്ടാണ് വീനസിൽ, നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ബട്ട് ജസ്റ്റ് ഐ എം സെയിങ്, എന്തുകൊണ്ടാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്, സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് എന്ന് പറയുന്നത്? ഒരുപാട് ടെക്നിക്കലിലോട്ട് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് പറഞ്ഞു വിടുവാണ്. നമ്മുടെ എർത്ത് എടുത്തു കഴിഞ്ഞാൽ എർത്തിൽ നമ്മളുടെ സൺ ഏത് ഡയറക്ഷനിലാണ് റൈസ് ചെയ്യുന്നത്? ഈസ്റ്റ്. യെസ് ഓർ നോ? സോ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. നമ്മുടെ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്ന ഇവിടെ കിഴക്കാണ്. അതെന്താ കാര്യം എന്നറിയാമോ? കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റാണ്. സൺ റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റാണ്. ഓർ നിങ്ങളുടെ ക്ലോക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? 1, 2, 3, 4, 5, 6. സോ ക്ലോക്കിൻ്റെ സൂചി എങ്ങോട്ടാണ് കറങ്ങുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടാണോ കറങ്ങുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടാണോ കറങ്ങുന്നത്? ക്ലോക്കിലെ സമയം എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനല്ലേ പോകുന്നത്? 1, 2, 3, 4, 5. സോ ഇങ്ങനെയാണ് പോകുന്നത്.
സോ ഇങ്ങനെയുള്ള മോഷൻ നമ്മൾ എപ്പോഴും എടുത്താൽ പറയുന്നത് ക്ലോക്ക് വൈസ് മോഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. സോ ഇതിനെയാണ് ഈ ക്ലോക്ക് വൈസ് മോഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് സാറേ നേരെ തിരിച്ചു പോയി ഒരു ഒബ്ജക്റ്റ് മൂവ് ആണെങ്കിൽ നമ്മൾ എന്തോ പറയും? അതിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് മോഷൻ എന്ന് പറയും. യെസ് ഓർ നോ? സോ ക്ലോക്ക് വൈസ് മോഷൻ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മോഷൻ. സോ ഇവിടെ നിങ്ങൾ എർത്തിൻ്റെ കറക്കം ശ്രദ്ധിച്ചാൽ അവൻ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് പോകുന്നത്. വെസ്റ്റ് ടു ഈസ്റ്റ്. സോ ഇത് നിങ്ങൾക്ക് ഇതുമായിട്ട് തട്ടിച്ച് നോക്കാൻ പറ്റുന്നില്ലേ? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. യെസ് ഓർ നോ? സോ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് പോകുന്നത്. അപ്പോൾ എർത്തിൽ നടക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന വീനസ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ചുറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് ആണ്. ഇപ്പോൾ അത്ര അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ഇൻ ദ മൂൺ സ്റ്റാർസ് ആർ വിസിബിൾ ഡ്യൂറിങ് ഡേ ടൈം ആൾസോ. മൂണിൽ സ്റ്റാർസ് ആർ വിസിബിൾ ഡ്യൂറിങ് ഡേ ടൈം ആൾസോ. സ്റ്റാർസ് നമുക്ക് ഡേ ടൈമും കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. നമ്മുടെ എർത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായതുകൊണ്ട് ഡേ ടൈമിൽ സൺലൈറ്റ് അടിക്കുമ്പം നമ്മുടെ സ്കൈ എന്ന് പറയുന്നത് നമ്മൾ ബ്ലൂ കളറിൽ കാണുന്നില്ലേ? ആക്ച്വലി അങ്ങനെ ആകാശം എന്ന് പറയുന്ന ഒരു ലെയറൊന്നും അവിടെ ഇല്ല. ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഫിനോമിന നടന്നു വരുന്ന ഒരു കളറാണത്. അതുകൂടാതെ ക്ലൗഡ് മേഘങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? സോ ക്ലൗഡ്സ് എല്ലാം ഉണ്ട് നമ്മുടെ സ്കൈയിൽ. സോ അതുകൊണ്ട് നമുക്ക് ഡേ ടൈമിൽ നമുക്ക് സ്റ്റാർസിനെ കാണാൻ പറ്റില്ല. ഡേ ടൈമിൽ സ്റ്റാർസ് ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് കാണാൻ പറ്റാത്തത്. സൂര്യനും സണ്ണിൻ്റെ ലൈറ്റിൽ നിന്നുള്ള ചില ഫിനോമിനാസും ക്ലൗഡും ഇതെല്ലാം കാരണം നമുക്ക് ഡേ ടൈം കാണാൻ പറ്റില്ല. ബട്ട് മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. സോ ഡ്യൂറിങ് ഡേ ടൈം ആൾസോ സ്റ്റാർസ് ആർ വിസിബിൾ ദെയർ. മനസ്സിലായോ? കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അത് ഞാൻ പിന്നീട് ഹയർ ക്ലാസ്സുകളിലോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. For a celestial body to be considered as a planet, it should have a spherical shape. So, ഒരു പ്ലാനറ്റിനുള്ള കണ്ടീഷനാണ് പറയുന്നത്. ഒന്ന്, അതിന് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കണം, സ്ഫിയറിൻ്റെ ഷേപ്പ് ആയിരിക്കണം. ഷുഡ് റിവോൾവ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും ഡയറക്റ്റായിട്ട് റിവോൾവ് ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ വേറൊരു പ്ലാനറ്റിൻ്റെ സാറ്റലൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ആൻഡ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്സ്റ്റക്കിൾസ് ഫ്രീ ഓർബിറ്റ്. അതായത് ഒരു പ്ലാനറ്റ് നമ്മൾ എർത്ത് എടുക്കുന്നു. എർത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ സ്ഫെറിക്കൽ ഷേപ്പ്. യെസ് ഓർ നോ? എർത്ത് എന്ന് പറയുന്ന ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്. ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ. 2, എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. സെക്കൻഡ് കണ്ടീഷൻ. ഓക്കെ. 3rd വൺ, ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്സ്റ്റക്കിൾ ഫ്രീ ഓർബിറ്റ്. അതായത് എർത്തിൻ്റെ സഞ്ചരിക്കുന്ന ഓർബിറ്റ് ഉണ്ടല്ലോ, ഒബ്സ്റ്റക്കിൾസ് ഫ്രീ ഓർബിറ്റ്. ഇതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ഗ്രാവിറ്റി മലയാളത്തിൽ പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയും. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിനും അതിന് ചുറ്റിനുമുള്ളതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ശരിയല്ലേ? നല്ല പെൺപിള്ളേരെ കാണുമ്പോൾ നിങ്ങൾ പുറകെ പോകത്തില്ലേ പയ്യന്മാരെ? ലൈൻ അടിക്കാനാന്ന് പറഞ്ഞൊക്കെ പുറകെ പോകത്തില്ലേ? സോ അതെന്ന് പറയുന്നത് ആക്ച്വലി ഇത് ലവും ലൈനൊന്നും അല്ല, അത് ഗ്രാവിറ്റിയാണ്. ഓരോ ഒബ്ജക്റ്റിനും, കോമഡി വിട്ടേരെ തമാശയ്ക്ക് പറഞ്ഞതാണ്. സോ ഓരോ ഒബ്ജക്റ്റിനും മറ്റുള്ള ഒബ്ജക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇതിനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് കൂടും തോറും ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ ആണോ? ഒരുപാട് ചിന്തിക്കേണ്ട, ഞാൻ പറയുന്നത് മാത്രം മനസ്സിലാക്കുക. ഇനി നമ്മൾ എർത്ത് എടുക്കുന്നു, അതുപോലെ തന്നെ എല്ലാ പ്ലാനറ്റ്സിനും ഇവമാർക്കെല്ലാം ഇവരുടേതായ ഗ്രാവിറ്റി ഉണ്ട്. ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്തുവാ? ഗ്രാവിറ്റി മീൻസ് ഇറ്റ്സ് എ അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ അട്രാക്ഷൻ ഫോഴ്സ് എന്നും പറയാം. മനസ്സിലാവുന്നോ? ഇവന്മാരെ അട്രാക്റ്റ് ചെയ്യും. അതാണ് ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്ട്സിനും ഉണ്ട്, എർത്തിനുമുണ്ട്. ഈ പ്ലാനറ്റ്സിന് ഒരു പ്ലാനറ്റാണെന്ന് പറയണമെങ്കിൽ അവന്മാർക്കൊരു മിനിമം ഗ്രാവിറ്റി ഉണ്ടായിരിക്കണം. മിനിമം ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ
ഇവന്മാർക്ക് ചുറ്റിനുമുള്ളതിനെല്ലാം ഇവന്മാർ അട്രാക്റ്റ് ചെയ്ത് ഇവന്മാർ ഫ്യൂസ് ചെയ്ത് ചേർത്ത് നിർത്തണം. അതായത് തേരാപാര നടക്കുന്ന ഒരുത്തിനെ നമുക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല. ഓർ സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ഡെബ്രിസ് ഫ്രീ സറൗണ്ടിങ് ആയിരിക്കണം. ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ പൊടി പടലങ്ങളെന്ന് പറയാം. മനസ്സിലായില്ലേ? പ്ലാനറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ റോക്കും പാർട്ടിക്കിൾസൊക്കെ ചിലപ്പോൾ കറങ്ങി നടക്കില്ലേ, അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഡെബ്രിസ് ഫ്രീ ആയിരിക്കണം. സോ 3 conditions needs to be satisfied in order for a celestial body to be called as a planet. What are these 3 conditions? The 3 conditions are: it should have a spherical shape, it should revolve around the sun directly, and an obstacle free orbit. The celestial bodies which do not follow these conditions set by International Astronomical Union are called dwarf planets. മനസ്സിലാവുന്നോ? സോ ഈ കണ്ടീഷൻസ് ആരാ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് ഒരു ഓർഗനൈസേഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയൻ. സോ ഇൻ്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫീച്ചേഴ്സ് ഇല്ലാത്തതിനെ എല്ലാം നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നോ? അതായത് ഈ ഏതെങ്കിലും കണ്ടീഷൻ റീച്ച് ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അവന്മാരെ നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയും. ഫൈൻ. നൗ ഗസ്റ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സോ ഗസ്റ്റിൻ്റെ പ്രത്യേകത എന്തുവാ? അവർ വരും, അവർ പോകും, അവർ പെർമനൻ്റായിട്ട് ഒരിടത്ത് താമസിക്കില്ല. അതാണ് ഗസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ കോമറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വാൽ നക്ഷത്രങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. വാൽ നക്ഷത്രങ്ങൾ എന്നിട്ടും ചോദിക്കാം എന്തോ സാറേ നക്ഷത്രം എന്ന് വെച്ചാൽ സ്റ്റാറാണ് നമുക്കറിയാം. വാൽ നക്ഷത്രം എന്ന് വെച്ചാൽ എന്തോ? വാലുള്ള നക്ഷത്രം. മനസ്സിലാവുന്നു? So comets are rare visitors to the solar system. They are lumps of cosmic dust and snow particle. Lump എന്ന് വെച്ചാൽ ഗ്രൂപ്പ്, ഒരു കളക്ഷൻ, ഒരു ഭയങ്കര കൂട്ടം. The comets are lumps of cosmic dust and snow particles. Snow particles നിങ്ങൾക്ക് മനസ്സിലായി കാണും. കോസ്മിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ടർ സ്പേസ്, ഒരുപാട് ദൂരെ, അതിൻ്റെ അർത്ഥമാണ് ഈ കോസ്മിക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സോ ഡസ്റ്റ് എന്ന് വെച്ചാൽ പൊടി. ഫൈൻ. സോ ദേ ആർ ലംസ് ഓഫ് കോസ്മിക് ഡസ്റ്റ് ആൻഡ് സ്നോ പാർട്ടിക്കിൾസ്. ദെയർ ടെയിൽ, സോ കോമറ്റ്സ് ഹാസ് ടെയിൽ. ദെയർ ടെയിൽ ഈസ് ഫോംഡ് ആസ് ദേ അപ്രോച്ച് ദ സൺ ആൻഡ് ഇറ്റ് ഗ്ലോസ് ഇൻ ദ സൺലൈറ്റ്. സോ കോമറ്റ്സ് സണ്ണിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവന്മാർക്ക് ടെയിൽ ഫോം ചെയ്യും. ആ ടെയിൽ ഗ്ലോ ചെയ്യും സൺലൈറ്റ് അടിച്ച്. ദോ ദേ റിവോൾവ് അറൗണ്ട് ദ സൺ, they come close to the sun very rarely. The length and brightness of the comet's tail increases as it approaches the sun. മനസ്സിലാവുന്നോ? So do you remember that a comet Aeson which arrived by the end of 2013? മനസ്സിലാവുന്നോ? ഓക്കെ. സോ Aeson എന്ന് പറയുന്ന ഒരു കോമറ്റ് 2013 എൻഡിൽ വന്നത് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് റഷ്ഡ് ടുവേർഡ്സ് ദ സൺ ആൻഡ് വിൽ നെവർ റിട്ടേൺ. അതായത് സണ്ണിൽ പോയി പതിച്ച് പുള്ളിക്കാരൻ്റെ പരിപാടി തീർന്നു പോയി. അതാണ് ഈസോൺ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? വളരെ പ്രശസ്തമായ വെരി ഫേമസ് ആയിട്ടുള്ളൊരു കോമറ്റ്സാണ് ഹാലീസ് കോമറ്റ് എന്ന് പറയുന്നത്. ഹാലീസ് കോമറ്റിൻ്റെ പ്രത്യേകത അവൻ ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ഒരു കോമറ്റാണ്. അതായത് 76 years വൺസിൽ നമ്മൾ എർത്തിന് വിസിബിൾ ആകാൻ പറ്റുന്ന ഒരു കോമറ്റാണ് ഹാലീസ് കോമറ്റ് എന്ന് പറയുന്നത്. 76 വർഷം കൂടുമ്പോൾ അവൻ കറക്റ്റായിട്ട് വന്ന് വിസിറ്റ് പോകുന്ന ഒരു ഡിസിപ്ലിനുള്ള ഗസ്റ്റാണ് നമ്മളുടെ ഹാലീസ് കോമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ കോമറ്റ് എന്തുവാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? കോമറ്റ് എന്ന് പറയുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. അത് സണ്ണിന് അടുത്തോട്ട് വരുംതോറും അവനൊരു ടെയിൽ ഫോം ചെയ്യും. ആ ടെയിൽ വിസിബിൾ ആകും സണ്ണിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത്. കൂടുതൽ അടുക്കുമ്പോൾ ടെയിലിൻ്റെ നീളം കൂടും. ഓക്കെ. സോ ഈ കോമറ്റ് എന്ന് പറയുന്നത് വേറെ എന്താ പറയാൻ പറ്റുന്നത്? കോമറ്റ് എന്ന് പറയുന്നത് കോസ്മിക് ഡസ്റ്റും സ്നോ പാർട്ടിക്കിൾസും കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. ഇനി ടെക്നിക്കൽ ഡീറ്റെയിൽ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ വാല് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് സണ്ണുണ്ട് ഇവിടെ. ശ്രദ്ധിച്ചോണമല്ലേ? പിന്നെ മനസ്സിലായില്ല എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, ബട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഉപയോഗിക്കാം. സൺ ഉണ്ട് ഇവിടെ. ഇവനാണ് ഒരു കോമറ്റ് എന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ റൗണ്ട് ഷേപ്പാണല്ലോ പറഞ്ഞാൽ അതെ, ഇവൻ റൗണ്ട് ഷേപ്പാണ്.
ഇതിനകത്തുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കോസ്മിക് ഡസ്റ്റ് ഉണ്ട്, പ്ലസ് സ്നോ പാർട്ടിക്കിൾസ് ഉണ്ട്. സ്നോ പാർട്ടിക്കിൾസ്, മഞ്ഞ് എന്ന് പറയുന്നതാണ് സ്നോ പാർട്ടിക്കിൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ ഈ സ്നോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന കണക്കുള്ള വെള്ളം സ്നോ ആയതാണോ, ഐസായി സ്നോ ആയതാണോ? അല്ല, ഈ സ്നോ എന്ന് പറയുന്നത് ആക്ച്വലി ഗേഷ്യസ് പാർട്ടിക്കിൾസിൻ്റെ സ്നോയാണ്. ഗേഷ്യസ് മീൻസ് ഈ ഗേഷ്യസ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ചിലപ്പം അമോണിയ ആയിരിക്കാം, ഹൈഡ്രജൻ ആൻഡ് സൾഫൈഡ് ഗ്യാസസ് ആയിരിക്കും. സോ ചില ഗ്യാസസ് അമോണിയം കമ്പോസിഷൻ എല്ലാം കൂടെ ചേർന്ന് ഫോം ചെയ്തിരിക്കുന്ന സ്നോ പാർട്ടിക്കിൾസ് ആണിത്. ഈവൻ സണ്ണിനടുത്ത് വരുമ്പോൾ എന്തോ പറ്റും? സണ്ണിൻ്റെ ചൂടടിക്കുമ്പോൾ ഈ സ്നോ മെൽറ്റ് ചെയ്ത് ഈ ഗ്യാസുകൾ എമിറ്റ് ചെയ്യും. സോ എമിറ്റ് ചെയ്യുമ്പോൾ ഈവൻ കുറച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ബലൂണിൽ കാറ്റടിക്കുമ്പോൾ എന്തോ പറ്റും? അതേ എഫക്റ്റാണ് വരുന്നത്, ഇങ്ങോട്ടാകും. ഇച്ചിരൂടെ അടുത്തോട്ട് വരുമ്പോൾ ഇച്ചിരും കൂടെ നീളം വരും. അപ്പോൾ നമ്മൾ എർത്തിൽ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവൻ എന്താണ്? ഇവൻ വാൽ നക്ഷത്രമാണ്. അതായത് നക്ഷത്രം, ഇറ്റ്സ് എ സ്റ്റാർ. സോ സ്റ്റാറിൻ്റെ പ്രത്യേകത എന്തുവാ? സ്റ്റാറിന് ലൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും, അതിന് പ്രകാശം ഉള്ളതായിട്ട് തോന്നും, ലൈറ്റ്. സോ വാൽ നക്ഷത്രം ഓർ ദിസ് കോമറ്റ് നമ്മൾ നോക്കുമ്പോൾ യെസ് ലൈറ്റ് ഉണ്ട്, യെസ് ടെയിലുണ്ട്. സോ ടെയിലുള്ള സ്റ്റാറിനെയാണ് നമ്മൾ കോമറ്റായിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത്. ബട്ട് അതിൻ്റെ സയൻറ്റിഫിക് പ്രോസസ്സ് ഇതാണ്. ഈസ് ദാറ്റ് ഓക്കെ? സോ ഈ ഡെഫിനേഷൻസ് എല്ലാം പഠിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ കംസ് മെറ്റിയോറോയിഡ്. Haven't you noticed light beams flashing in the sky during clear nights? ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ശുക്ര നക്ഷത്രം എന്നാണ് ഇവനെ പറയുന്നത്. അതായത് ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എന്തോ കത്തി അങ്ങ് വീഴുന്നത് പോലെ തോന്നും. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഒരുപാട്. നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നതൊന്നും കാണില്ല, രാത്രിയിൽ നമ്മൾ ഇറങ്ങി സ്കൈ ഒക്കെ ഒന്ന് കാണണം. ചിലപ്പോൾ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ ഏർലി മോർണിംഗ് ടൈമിൽ 4 മണിക്കൊക്കെ ആയിരിക്കും ഇവനെ കാണുന്നത്. ഓക്കെയാ, എന്തോ ചില ഒരു നക്ഷത്രം കത്തി അങ്ങ് വീഴുന്നത് പോലെ തോന്നും. They disappear in no time before one can show it to another person. നമ്മളൊരാളെ വിളിച്ച് കാണിക്കുന്നതിന് മുമ്പ് ഷൂ അങ്ങോട്ട് വരുമോ? Such rock fragments of various sizes which enter into earth atmosphere are called meteoroid. മനസ്സിലാവുന്നോ? സോ മെറ്റിയോറോയിഡ് എന്ന് പറയുന്നത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എൻ്റർ ചെയ്യുന്ന ചില റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് ആണ്. ഇവന്മാർ ബേൺ ഔട്ട് ആയിപ്പോവും, അതായത് കത്തി തീർന്നായിപ്പോൾ. അതാണ് മെറ്റിയോറോയിഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ 3 വേർഡുകൾ നിങ്ങൾ അറിയണം. ഒന്ന് മെറ്റിയോർ, ഒന്ന് മെറ്റിയോറോയിഡ്, ഒന്ന് മെറ്റിയോറൈറ്റ്. 3ഉം ആക്ച്വലി ഒരേ സാധനം തന്നെയാണ്. ബട്ട് 3 ഇടത്തിലിരിക്കുമ്പോൾ നമ്മൾ അതിനെ 3 പേരെന്ന് വിളിക്കും. ഓക്കെ, സോ ആസ്ട്രോയിഡ് ബെൽറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ആസ്ട്രോയിഡ് ബെൽറ്റ്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ ഒരുപാട് റോക്ക് ഫ്രാഗ്മെൻസും പാർട്ടിക്കിൾസും ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു. യെസ് ഓർണോ? സോ അതാണ് മെയിനായിട്ട് സോഴ്സ് ഓഫ് നമ്മളുടെ മെറ്റിയോർ എന്ന് പറയുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റ് എവിടെ കണ്ടത്? മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്കുള്ള ബെൽറ്റ്. സോ അവിടെ നിന്നാണ് മെയിനായിട്ട് ഇവൻ സോഴ്സ് ആയപ്പെടുന്നത്. ഏത്? മെറ്റിയോർ. സോ മെറ്റിയോർ എന്ന് പറയുന്നത് നമ്മൾ എർത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, ബിഫോർ എൻ്ററിങ് ദ എർത്ത്, ദീസ് റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് ആർ കാൾഡ് മെറ്റിയോർ. ഇൻ ദ അറ്റ്മോസ്ഫിയർ വി കോൾ ദം മെറ്റിയോറോയിഡ്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിൽ ഫ്രിക്ഷൻ കാരണം ദാറ്റ് വിൽ ബേൺ ഔട്ട് ആൻഡ് വാനിഷ് കംപ്ലീറ്റ്ലി. പക്ഷെ ചില സമയത്ത് കമ്പാരിറ്റീവ്ലി ലാർജർ പീസസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഹാർഡഡ് ആയിട്ടുള്ള റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ ഇവന്മാർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കൈയിലിരുന്ന് കത്തിത്തീരില്ല. ഇറ്റ് വോണ്ട് ഗെറ്റ് ബേൺഡ് ഔട്ട് കംപ്ലീറ്റ്ലി ഇൻ ദ സ്കൈ. സോ വാട്ട് വിൽ ഹാപ്പൻ മീൻസ് സം റെമിനൻസ് എന്ന് വെച്ചാൽ അവശിഷ്ടം. സം റെമിനൻസ് ഓഫ് ദിസ് മെറ്റിയോറോയിഡ്. സോ മെറ്റിയോറോയിഡ് എന്ന് വെച്ചാൽ സ്കൈയിലാണ്. സം റെമിനൻസ് ഓഫ് മെറ്റിയോറോയിഡ്സ് റീച്ച് ദ എർത്ത്. ദോസ് ആർ കാൾഡ് മെറ്റിയോറൈറ്റ്. അതായത് കത്തി തീരാതെ വരുന്ന അവശിഷ്ടത്തെ നമ്മൾ മെറ്റിയോറൈറ്റ് എന്ന് വിളിക്കുന്നത്. നോക്കിയോ അവിടെ, മെറ്റിയോറൈറ്റ് ഫാളൻ ഇൻ ദ ചിൻകെ റിവർ ഇൻ റഷ്യ. റഷ്യയുടെ ഒരു റിവറിൽ വീണ മെറ്റിയോറൈറ്റ് ആണിത്. മെറ്റിയോറൈറ്റ് ഫാളൻ ഇൻ നമീബിയ. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നോ? ഓക്കെ, നൗ കം ബാക്ക് ടു ദി ചാപ്റ്റർ. ചാപ്റ്റർ സേസ് they disappear in no time before it can show to another person. Such rock fragments of various sizes which enter into the earth atmosphere are called meteoroid. The burn due to friction.
They burn due to friction. അവർ ഫ്രിക്ഷൻ കാരണം ബേൺ ഔട്ട് ആവും. They burn due to friction with air on entering into the atmosphere. They burn due to friction with air. എയറിലെ ഫ്രിക്ഷൻ കാരണം ബേൺ ഔട്ട് ആവും. They burn due to friction with air on entering into the atmosphere. അറ്റ്മോസ്ഫിയറിൽ എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ ഒരയൽ കാരണം ഇവന്മാർ ബേൺ ഔട്ട് ആവും. അതെന്തോ സാറേ ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? കാറില്ലേ നിങ്ങളുടെ വീട്ടിൽ, ബൈക്കില്ലേ നിങ്ങളുടെ വീട്ടിൽ, അതിനൊക്കെ ടയറില്ലേ നിങ്ങളുടെ വീട്ടിൽ. വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ടയർ സഡേന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ടയർ തരയിൽ ഉറഞ്ഞ് സ്ക്രാച്ചാണ്. ഇത് ഫ്രിക്ഷൻ കാരണമാണ് അതിങ്ങനെ ടയർ ഉരഞ്ഞു പോകുന്നത്. ഇൻഫാക്ട് നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുന്നത് പോലും ഫ്രിക്ഷൻ കാരണമാണ്. ഈസ് ദാറ്റ് ഓക്കെ? Is that okay? Now, so they burn out due to friction with air on entering into the atmosphere. This is the flash that we can see in the sky. സ്കൈയിൽ നമ്മൾ കാണുന്ന പെട്ടെന്ന് നമ്മൾ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഫ്ലാഷ്. സോ അതാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ക്യാമറയുടെ ഒക്കെ ഫ്ലാഷ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ചൂന്ന് കത്തിയെന്ന് പോകും. The unburned remains of the meteors. Unburned remains of the meteors falling on the earth are called meteorites. So unburned remains of the meteors falling on the earth are called meteorites. നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, the unburned remains of the meteoroid. അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല. അത് falling on the earth are called meteorites. Okay. You have learned that solar system includes sun, the planets revolving around the sun, their satellites, asteroids, comets and ഡോർഫ് പ്ലാനറ്റ്സ്. ശരിയല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഉണ്ട്? പ്ലാനറ്റ്സ് ഉണ്ട്, സണ്ണുണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, ആസ്ട്രോയിഡ്സ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, ഡ്വാർഫ് പ്ലാനറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായോ? ലിസ്റ്റ് ഔട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ മെമ്പേഴ്സ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സണ്ണുണ്ട്, പിന്നെ എന്തൊക്കെ എഴുതുന്നത്? പ്ലാനറ്റ്സ് ഉണ്ട്, പിന്നെ എഴുതാം ആസ്റ്ററോയിഡ്സ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് എർത്ത്, അവർ പ്ലാനറ്റ്. നമ്മളുടെ പ്ലാനറ്റ് എർത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നോക്കാം. എർത്ത് കണ്ടോ? ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ നമ്മൾ കാണുന്നതെല്ലാം വെള്ളമാണ്, നമ്മുടെ ഓഷ്യൻസാണ്, സീ ആണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം. സോ ഇതിനകത്ത് ഈ പച്ച കളറിൽ കാണുന്നത് മാത്രമാണ് നമ്മളുടെ ലാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നോ? ഈ വൈറ്റ് കളറൊക്കെ സ്നോ കവേർഡ് റീജിയൻസ് ആണ്. ഈ വൈറ്റ് കാണുന്നത് ക്ലൗഡ്സ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നു? സോ ഈ കാണുന്നത് ഓഷ്യൻസ് ആണ്. ഈ കാണുന്ന ഗ്രീൻ കളറിൽ കാണപ്പെടുന്നതാണ് നമ്മളുടെ ലാൻഡ് എന്ന് പറയുന്നത്. ഈ കാണുന്ന വൈറ്റ് കളറിൽ എന്താണ്? സ്നോ കവേർഡ് റീജിയൻസ് ആണ്. ഇതൊക്കെ ക്ലൗഡ്സ് ആണ്, ഈ കാണുന്ന വൈറ്റ് കളർ പാച്ചസ്. ഫൈൻ. സോ എന്തൊക്കെയുണ്ട് പഠിക്കാൻ? കുറച്ചേ ഉള്ളല്ലോ, നോക്കാം. The Earth is the only planet where life is found to exist. ശരിയല്ലേ? ഇന്ന് വരെ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ എർത്തിൽ മാത്രമേ നമ്മൾ ലൈഫ് കണ്ടിട്ടുള്ളൂ, ജീവൻ. വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് സർഫസ് വാട്ടർ റിസർവ് എക്സിസ്റ്റ് ഓൺലി ഓൺ ദ എർത്ത്. എർത്തിൽ മാത്രമേ ഇത്രയും സർഫസ് വാട്ടറിൻ്റെ വാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ലൈഫുണ്ട്, വാട്ടറുണ്ട്. വെൻ വ്യൂഡ് ഫ്രം ദ സ്പേസ്, എർത്ത് കളർ അപ്പിയേഴ്സ് എ പെയിൽ ബ്ലൂ കളർ. This is due to the fact that 2/3 of the earth surface is covered with water. Okay, it is our duty to protect the wealthy diversity of nature in terms of air, water, soil and life forms. So നമ്മളാണ് ഈ ഡൈവേഴ്സിറ്റി, നമ്മുടെ ഡൈവേഴ്സ് എക്കോസിസ്റ്റം, നമ്മളുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, കൺസേർവ് ചെയ്യേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. കാര്യം എന്താ? വേറെ ഒരു പ്ലാനറ്റും ഇല്ല നമുക്ക് പോയി താമസിക്കാൻ പറ്റുന്നത്. ആര് ഗെറ്റിംഗ് ദാറ്റ്? പക്ഷേ ഇപ്പോൾ ദുബായ്, UAE ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ 2030 ആകുമ്പോഴേക്കോ 2050 ആകുമ്പോഴേക്കോ ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് അവർ മാർസിലുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ കാരണം എല്ലാവരുടെയും സെറ്റിൽമെൻ്റ് എല്ലാം കുളമായിരിക്കുകയാണ്. ഇനി കൊറോണ പോലൊക്കെ സിറ്റുവേഷൻ പിന്നീട് വരുവാണെങ്കിൽ നമുക്ക് ഭൂമി വിട്ട് ഓടേണ്ടി വരും. ബട്ട് ദ പ്രോബ്ലം ഈസ് വി ഡോണ്ട് ഹാവ് എനി അതർ പ്ലാനറ്റ്സ് ദാറ്റ് ഈസ് ഹാബിറ്റബിൾ. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഏരിയയും ഇല്ല. കാര്യം വാട്ടർ ഇല്ല, ലിവിങ് അതിനുള്ള കണ്ടീഷൻ ഇല്ല, അറ്റ്മോസ്ഫിയർ ഇല്ല. ഓക്കെ, ദ വേൾഡ് ഓഫ് സ്റ്റാർസ്. ദ സൺ ഈസ് ദി ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. അതുകൊണ്ടാണ് സൺ അത്രയും വലുതായി നമ്മൾ കാണുന്നത്.
As the sun sets, other stars twinkling one by one. As the night grows darker, stars become countless. Crores of stars makes a galaxy. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോടിക്കണക്കിന് സ്റ്റാർസ് ഫോം ചെയ്യുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ദ ഗാലക്സി വിച്ച് ഇൻക്ലൂഡ് സോളാർ സിസ്റ്റം ഈസ് മിൽക്കി വേ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ആകാശഗംഗ. ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് കണ്ടെയ്ൻസ് നിയർലി 10,000 crore stars. Okay, I will come to that, don't worry. Universe includes millions of galaxies. What would be its size then? It's beyond the imagination, isn't it? Yes, it is. See, നമ്മളുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചം. യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം, അതായത് നമ്മൾ ദൂരെ പോയാലും നമ്മളുടെ ഈ ജീവിതകാലം മൊത്തവും നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ദൂരെ പോയാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത അത്ര ഏരിയ ഉണ്ട് നമ്മളുടെ യൂണിവേഴ്സ്, നമ്മളുടെ പ്രപഞ്ചത്തിന്. ആ യൂണിവേഴ്സിൽ ഒരുപാട് ഗാലക്സീസ് ഉണ്ട്. എന്താ ഈ ഗാലക്സി എന്ന് പറയാൻ പറ്റുമോ? ഒരു ഗാലക്സി എന്ന് പറയുന്നത് ഗാലക്സി നമ്പർ 1, ഗാലക്സി നമ്പർ 2, ഗാലക്സി നമ്പർ 3. ഈ ഒരു ഗാലക്സി എന്ന് പറയുന്നത് ക്രോർസ് ഓഫ് സ്റ്റാർസ് യുണൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. കോടിക്കണക്കിന് സ്റ്റാറുകൾ യുണൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഗാലക്സി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ ഓഫ് സോളാർ സിസ്റ്റം കാണും. കാര്യം എന്തുവാ? ക്രോർസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. ഓരോ സ്റ്റാറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓരോ സിസ്റ്റം കാണും. അതായത് കോടിക്കണക്കിന് സോളാർ സിസ്റ്റം ഉണ്ട് ഗാലക്സിക്കകത്ത്. ഇനി ഒരു സോളാർ സിസ്റ്റം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു സൺ കാണും. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്ലാനറ്റ്സോ സാറ്റലൈറ്റ്സോ എല്ലാം കാണും. മനസ്സിലാവുന്നോ? സോ അവർ എർത്തായിട്ട് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടാണ്, ഈ പ്ലാനറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് എ ഗാലക്സി ഈസ് പാർട്ട് ഓഫ് എ യൂണിവേഴ്സ്. മനസ്സിലായോ? ഗാലക്സി വിച്ച് ഇൻക്ലൂഡ് സോളാർ സിസ്റ്റം. നമ്മളുടെ ഗാലക്സി എന്ന് പറയുന്നത് നമ്മളുടെയാണ്, നമ്മുടെ സൗരയൂഥം സോളാർ സിസ്റ്റം നമ്മളുടെയാണ്. ദ ഗാലക്സി വിച്ച് ഇൻക്ലൂഡ് ദ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് മിൽക്കി വേ. നമ്മളുടെ ഗാലക്സിയെ പറയുന്നത് മിൽക്കി വേ ആണ്. അതർവൈസ് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ആകാശഗംഗ. മനസ്സിലാവുന്നോ? 10,000 crore സ്റ്റാർസ് ഉള്ള ഒരു ഗാലക്സിയാണ് നമ്മളുടേത് മിൽക്കി വേ. ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഇവിടെ ഞാൻ വരച്ച് കാണിച്ചില്ലേ, ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിക്കകത്തുള്ള ഒരുപാട് സോളാർ സിസ്റ്റത്തിനകത്ത് ഒരു സോളാർ സിസ്റ്റമാണ് നമ്മളുടേത്. ഓക്കെ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗാലക്സികളുടെ കോടിക്കണക്കിന് കൂട്ടമാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഫൈൻ. The universe was a tiny ball crores of years ago. അതായത് നമ്മൾ ഈ കാണുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ചെറിയ ബോളായിരുന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ യൂണിവേഴ്സ് എക്സ്പാൻഡഡ് ടു ദ പ്രസൻറ്റ് ഫോം ബൈ എ വയലൻ്റ് എക്സ്പ്ലോഷൻ. അറൗണ്ട് 14.6 ബില്യൺ ഇയേഴ്സിന് മുമ്പ്, ബില്യൺ ഇയേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഹ്യൂജ്, ക്രോർസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് ഈ ടൈനി ബോളായിട്ടിരുന്ന നമ്മളുടെ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഇവൻ എക്സ്പ്ലോഡ് ചെയ്തു. ഈ എക്സ്പ്ലോഡിനെയാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും കേട്ടിരുന്നു. സോ ബിഗ് ബാങ് തിയറിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. സോ ബിഗ് ബാങ് തിയറി അനുസരിച്ച് നമ്മളുടെ യൂണിവേഴ്സ് വൺസ് അപ്പോൺ എ ടൈം ഇറ്റ് വാസ് എ ടൈനി ബോൾ. ഈ ടൈനി ബോൾ എക്സ്പ്ലോഡ് ചെയ്തു 14.6 ബില്യൺ ഇയേഴ്സ് മുമ്പ് എക്സ്പ്ലോഡ് ചെയ്തതും തൊട്ടാണ് നമ്മളുടെ പ്രപഞ്ചം, നമ്മളുടെ യൂണിവേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങിയത്. ഇവൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നമ്മൾ ഈ ടോക്ക് ചെയ്യുന്ന സമയം. The news regarding the celestial bodies and the universe appear very often in the dailies. Collect and paste them in a notebook. Continue this activity throughout the year. Collection my universe book. നിങ്ങൾ ചെയ്യേണ്ട പരിപാടിയാണ് പറയുന്നത് കേട്ടോ. ദ മിൽക്കി വേ അല്ലെങ്കിൽ ആകാശ ഗംഗ എന്ന് പറയുന്ന ഗാലക്സി കണ്ടില്ലേ നിങ്ങളിവിടെ. ദ മിൽക്കി വേ ഈസ് വൺ among the nearly 10,000 crores of galaxies which contain crores of stars, of which sun is the one, around which the 8 planets revolve, of which the earth is one, where our country is located, in which our state in Kerala, in which my beautiful land. Yes or no? ഞാൻ പറഞ്ഞു തന്ന മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
ഭയങ്കരമായ ഒരു യൂണിവേഴ്സ്. ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന വലിയ സെറ്റ്. അതിനകത്ത് ഒരുപാട് ഗാലക്സി ഉണ്ട്. അതിനകത്ത് എൻ്റെ ഗാലക്സിയാണ് മിൽക്കി വേ. അതിനകത്ത് ഒരുപാട് സോളാർ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് എൻ്റെ സോളാർ സിസ്റ്റം സണ്ണിന് അറൗണ്ട് ഉള്ളത്. അതിനകത്ത് 8 പ്ലാനറ്റ്സ് ഉണ്ട്. അതിനകത്ത് എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്. അതിനകത്ത് ലാൻഡുമുണ്ട്, സീയുമുണ്ട്. അതിനകത്ത് ലാൻഡിനകത്ത് എൻ്റെ കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യയിൽ നമ്മുടെ സ്റ്റേറ്റ് ഏതാ? കേരളം. കേരളത്തിൽ നമ്മളുടെ ഡിസ്ട്രിക്റ്റ് ഏതാ? സപ്പോസ് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു പ്ലേസ് പട്ടാമ്പി. മനസ്സിലാവുന്നു? ഹൗവർ വിത്ത് ഹിസ് അൺഎൻഡിങ് തേഴ്സ്റ്റ് ഫോർ നോളജ്, ഇൻക്വിസിറ്റീവ് മൈൻഡ് ആൻഡ് വിത്ത് ഹിസ് ഹാർഡ് വർക്ക് മാൻ ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഇത് പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് എപ്പോഴും അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ജിജ്ഞാസ, ഇൻക്വിസിറ്റ് മൈൻഡ്. സോ എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കണം, സർ വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദാറ്റ്. ടീച്ചർമാർ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം. പലരും കള്ളന്മാരാണ്. പ്രോപ്പറായിട്ടൊന്നും അവർ പഠിച്ചിട്ട് വരുത്തൊന്നുമില്ല. അവർക്ക് പോലും അറിയില്ല ഇതൊക്കെ എന്തുവാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പറ്റും? നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നോ? ഞാൻ ഒരുപാട് ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെയാ? ഇനി അതിൻ്റെ വർക്കൗട്ട് നോക്കാം. ലെറ്റ് us assess extended activity. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് ആസ്ട്രോയിഡ് ഇൻ ദ സോളാർ സിസ്റ്റം. ഇറ്റ് ഈസ് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജുപ്പിറ്റർ. മാർസിനും ജുപ്പിറ്ററിനും ഇടയ്ക്കല്ലേ ആസ്ട്രോയിഡ് ബെൽറ്റ്. Meteorite fall on Earth is not as frequent as on the moon. മൂണിൽ വീഴുന്ന കണക്ക് എർത്തിൽ വീഴാറില്ല. വൈ? എന്തുകൊണ്ടാണ്? ബിക്കോസ് മൂൺ doesn't have atmosphere. Okay. Moon doesn't have atmosphere, so I can write, so friction and burning out of meteor is not happening in moon like in earth. മനസ്സിലായോ? ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് മൂണിൽ മെറ്റിയോറൈറ്റിൻ്റെ ഫോള് കൂടുതൽ, എർത്തിൽ കുറവാണ്? Because moon doesn't have atmosphere, so friction and burning out of meteor is not happening in moon like in earth. മനസ്സിലാവുന്നോ? That is why meteor fall on earth is not frequent as on the earth, or that is why moon has frequent fall of meteorite. മനസ്സിലാവും? അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഇനി എന്തുകൂടെ പറഞ്ഞിരിക്കുന്നത്? എക്സ്റ്റൻഡ് ആക്ടിവിറ്റിയാണ്. ഇന്ത്യ ഹാസ് എ വെൽത്തി ട്രഡീഷൻ ഓഫ് ആസ്ട്രോണോമി വിത്ത് ഏൻഷ്യൻറ്റ് ടൈംസ്. Try to identify the contribution of astronomers in India, starting from Aryabhatta, Varahamihira, modern astronomers like Subramaniam Chandrasekhar. ഇവരൊക്കെ ആരാന്നൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. That will be very helpful. Okay, fine. മനസ്സിലായോ നിങ്ങൾക്ക് ചാപ്റ്റർ? മനസ്സിലായെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.